എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 30-ാമത്തെ സർഗത്തിലെ 15 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഈ ഒരു സർഗവും വളരെ ചെറുതാണ്. അടുത്ത ഒരു ദിവസത്തെ 5-6 ശ്ലോകങ്ങളും കൂടി കഴിഞ്ഞാൽ 30-ാമത്തെ സർഗം തീരുകയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ശ്രീരാമൻ സുബാഹുവിനെയും മാരീചനെയും ആക്രമിക്കാനായിട്ടുള്ള പുറപ്പാട് അത് നടത്തുന്നതായിട്ടാണ്. ഇനി ലക്ഷ്മണനോട് പറയണതായിട്ടാണ് തുടങ്ങുന്നത്. നമുക്ക് 15-ാമത്തെ ശ്ലോകം നോക്കാം. പശ്യ ലക്ഷ്മണ ദുർവൃത്താൻ രാക്ഷസാൻ പിശിദാശനാൻ മാനവാസ്ത്ര സമാധൂതാൻ അനിലേന യഥാ ഘനാൻ കരിഷ്യാമി ന സന്ദേഹോ നോത്സഹേ ഹന്തുമീദൃശാൻ ഇത്യുക്ത്വാ വചനം രാമശ്ചാപേ സന്ധായ വേഗവാൻ. 15ഉം 16ഉം ഒരുമിച്ച് ചൊല്ലാണ് ഉണ്ടായത്. ഇവിടെ പറയണ പശ്യ ലക്ഷ്മണ ദുർവൃത്താൻ രാക്ഷസാൻ പിശിദാശനാൻ. അല്ലയോ ലക്ഷ്മണ, പശ്യ, നീ നോക്കിക്കോളൂ, ഞാൻ എന്താ ചെയ്യാൻ പോണത്. പിശിദാശനാൻ ദുർവൃത്താൻ രാക്ഷസാൻ. പിശിദാശനന്മാരെന്ന് പറഞ്ഞാൽ ആൾക്കാരെ കൊന്നു തിന്നുന്ന, മനുഷ്യരുടെ മാംസം ഭക്ഷിക്കുന്നവരും ചീത്ത പ്രവൃത്തികൾ മാത്രം ചെയ്യുന്നവരുമായിട്ടുള്ള രാക്ഷസന്മാരെ ഞാൻ എന്താ ചെയ്യാൻ പോണത്. മാനവാസ്ത്ര സമാധൂതാൻ, മാനവം എന്നു പേരുള്ള അസ്ത്രം കൊണ്ട് ആക്രമിക്കാനായിട്ട് പുറപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക. അനിലേന ഘനാൻ യഥ, കാറ്റടിച്ചിട്ട് മേഘങ്ങൾ എപ്രകാരമാണോ ചിതറി തെറിച്ചു പോണത്, അതുപോലെ എൻ്റെ ഈ മാനവാസ്ത്ര പ്രയോഗം കൊണ്ട് അവർ ഛിന്ന ഭിന്നമായി തീരും. അവരുടെ മേലെ ഞാൻ കൊടുങ്കാറ്റ് അടിച്ച മേഘത്തെ പറപ്പിക്കുന്നത് പോലെ അങ്ങനെ ഒരു ആക്രമണമാണ് അഴിച്ചുവിടാൻ പോണത് എന്ന് ലക്ഷ്മണനോട് പറയാണ്. ലക്ഷ്മണ, നീ നോക്കിക്കോളൂ, ഇതാ ഞാൻ ഈ രാക്ഷസന്മാരെ ആകാശമാർഗത്തിൽ കൂടെ വന്നിട്ട് യജ്ഞവേദിയിലേക്ക് ഇറങ്ങി വരുന്നവരായിട്ടുള്ള രാക്ഷസന്മാരെ ഞാൻ മാനവാസ്ത്രം കൊണ്ട് തുരത്താൻ പോവുകയാണ് എന്ന് പറയാണ്. എന്നിട്ടോ കരിഷ്യാമി ന സന്ദേഹോ നോത്സഹേ ഹന്തുമീദൃശാൻ. അങ്ങനെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഇവരെയൊക്കെ പറത്തിവിടുക, അല്ലെങ്കിൽ ഈ യാഗവേദിയുടെ സമീപത്ത് നിന്നൊക്കെ ആക്രമിച്ച് തുരത്തിവിടുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യില്ല. ഈദൃശാൻ ഹന്തും ന ഉത്സഹേ, ഞാനിവരെ കൊല്ലണമൊന്നുമില്ല, കൊല്ലാനല്ല ആഗ്രഹിക്കുന്നത്. ഈ അസ്ത്രങ്ങളുടെ പ്രയോഗം കൊണ്ട് അവർ വധിക്കപ്പെടുകയൊന്നുമില്ല. പക്ഷെ അവരെ തുരത്താൻ പറ്റും, അവർക്ക് പേടിയാവും. പിന്നെ ഇതിൻ്റെ അടുത്തേക്കൊന്നും, ഈ യാഗവേദിയുടെ അടുത്തേക്കൊന്നും വരില്ല. ഹന്തും ഈദൃശാൻ ന ഉത്സഹേ, ഇവരെ വധിക്കാൻ ഞാൻ പുറപ്പെടുന്നില്ല. ഇത്യുക്ത്വാ വചനം രാമ ചാപേ സന്ധായ വേഗവാൻ. ഇത്യുക്ത്വാ, ഇപ്രകാരം പറഞ്ഞുകൊണ്ട്, ഇതി വചനം ഉക്ത്വ, ഇപ്രകാരം ലക്ഷ്മണനോട് പറഞ്ഞുകൊണ്ട്, വാക്കുകൾ പറഞ്ഞുകൊണ്ട് രാമൻ എന്ത് ചെയ്തു. ചാപേ വേഗവാൻ സന്ധായ, ചാപത്തിൽ അസ്ത്രത്തെ, ഏതസ്ത്രത്തെ, മാനവാസ്ത്രത്തെ, അതടുത്ത ശ്ലോകത്തിലാണ് പറയണത്. മാനവാസ്ത്രത്തെ വേഗം തന്നെ സന്ധാനം ചെയ്തിട്ട് ഈ രാക്ഷസന്മാരുടെ നേർക്ക് അയക്കാനായിട്ട് തയ്യാറാക്കി, അങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിന്നു. അതാണ് അവിടെ പറയണത്. 16-ാമത്തെ ശ്ലോകത്തിൽ അതാണ് പറയണത്. നമുക്ക് 17-ാമത്തെ നോക്കാം. മാനവം പരമോദാരമസ്ത്രം പരമഭാസ്വരം ചിക്ഷേപ പരമക്രുദ്ധോ മാരീചോരസി രാഘവ. അങ്ങനെ തൊടുത്ത് നിന്നിട്ട് പെട്ടെന്ന് തന്നെ രാഘവൻ എന്തു ചെയ്തു. മാനവം പരമോദാരമസ്ത്രം പരമഭാസ്വരം, ഏറ്റവും ഘോരമായിട്ടുള്ള അഗ്നി, അതായത് തീയ് പോലെ ശോഭിക്കുന്ന, തിളങ്ങുന്ന, തൊട്ടാൽ പൊള്ളുന്നതായിട്ടുള്ള മാനവം എന്നു പേരുള്ള ആ അസ്ത്രം എടുത്തിട്ട്, ആ അസ്ത്രത്തെ പറഞ്ഞയച്ചിട്ട്, ഞാണിലിങ്ങനെ തൊടിച്ചു വച്ചിരിക്കുകയായിരുന്നു, അതിനെ അങ്ങോട്ട് അയച്ചു. ശ്രീരാമൻ എവിടേക്കാണ് അയച്ചത്. പരമക്രുദ്ധ രാഘവ, ഏറ്റവും ക്രുദ്ധനായി ദേഷ്യം വന്നിട്ട് ഈ യാഗവേദികളെ ഇങ്ങനെയൊക്കെ നശിപ്പിക്കാൻ പാടുമോ, ഇങ്ങനെ ആക്രമിക്കാൻ പാടുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വളരെയധികം ക്രുദ്ധനായിട്ടുള്ള ശ്രീരാമൻ മാരീചൻ്റെ ഉരസ്സിനെ ലക്ഷ്യമാക്കിയിട്ട് ഈ അസ്ത്രം എയ്തു. അതാണ് മാരീച ഉരസി. മാരീചൻ്റെ നെഞ്ചത്തേക്ക് ഈ അസ്ത്രം അയക്കുകയാണ് ചെയ്തത്. മാനവാസ്ത്രം മാരീചൻ്റെ മാറിലേക്ക് അയച്ചു എന്നർത്ഥം. 18-ാമത്തെ നോക്കാം. സതേന പരമാസ്ത്രേണ മാനവേന സമാഹത സമ്പൂർണം യോജനശതം ക്ഷിപ്ത സാഗര സംപ്ലവേ.
ആദ്യമേ തന്നെ പറഞ്ഞുല്ലോ, ഈ അസ്ത്രമൊന്നും പ്രയോഗിച്ചാൽ ആരും മരിച്ചു പോകുമൊന്നുമില്ല, വധിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആ അസ്ത്രം മാരീചൻ്റെ ശരീരത്തിൽ വന്നു കൊണ്ടപ്പോൾ സതേന പരമാസ്ത്രേണ മാനവേന, ആ ശക്തിമത്തായിട്ടുള്ള ഭയങ്കര ശക്തിയുള്ളതായ ആ അസ്ത്രത്തിൻ്റെ പ്രഹരം ഏറ്റവനായിട്ടുള്ള മാരീചൻ, സതേന പരമാസ്ത്രേണ മാനവേന, മാനവാസ്ത്രം പ്രയോഗിക്കപ്പെട്ടവനായിട്ടുള്ള ആ മാരീചൻ സമാഹത, അയാൾക്ക് ശരീരത്തിൽ മുറിവേറ്റു. സമാഹത എന്നുള്ളതിന് ശരീരത്തിലാകെ ഈ അസ്ത്രത്തിൻ്റെ പ്രയോഗം കൊണ്ട് മുറിവേൽക്കാണ് ഉണ്ടായത്. മരിച്ചു എന്നല്ല പറയണത്, മേലാസകലം മുറിവേറ്റിട്ട് എന്തു ചെയ്തു? സമ്പൂർണം യോജനശതം, കുറേയധികം ദൂരത്തേക്ക്, യോജനശതം എന്ന് പറഞ്ഞാൽ 100 യോജന അപ്പുറത്തേക്ക് ഒരു ഭാഗത്ത് സാഗരത്തിൽ, കടലിൽ കൊണ്ട് ഇയാളെ മുക്കിയിട്ടു ആ അസ്ത്രം. അതാണ് സമ്പൂർണം യോജനശതം ക്ഷിപ്ത സാഗര സംപ്ലവേ. അത്രയും 100 യോജന അകലെ കിടക്കുന്നതായിട്ടുള്ള സമുദ്രത്തിൽ ഈ മാരീചനെ കൊണ്ടിട്ടു ഈ അസ്ത്രം. അത്രയ്ക്ക് ശക്തിമാനാണ്. വധിച്ചിട്ടില്ല, വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു. അതോടുകൂടിയിട്ട് മോഹാലസ്യമൊക്കെ വന്ന് കുറേ നേരത്തേക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഓർമ്മയൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആക്കി. അങ്ങനെയാണ് മാരീചനെ ശിക്ഷിച്ചത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. എന്നിട്ടോ 19ാമത്തെ ശ്ലോകം നോക്കാം. വിചേതനം നിഘൂർണന്തം ശീതേഷു ബലപീഡിതം നിരസ്തം ദൃശ്യമാരീചം രാമോ ലക്ഷ്മണമബ്രവീത്. വിചേതനം നിഘൂർണന്തം ശീതേഷു ബലപീഡിതം നിരസ്തം മാരീചം ദൃഷ്ട, അല്ലെങ്കിൽ ദൃശ്യ എന്ന് അതിൽ പറഞ്ഞിരിക്കുന്നത്. ദൃശ്യ എന്ന് സാധാരണ പറയാറില്ല, പശ്യൻ അല്ലെങ്കിൽ ദൃഷ്ട എന്നൊക്കെയാണ് പറയുക. അല്ലെങ്കിൽ ആ ദൃശ്യ എന്നുള്ളതിൽ മുമ്പ് ഒരു പ്രത്യയമൊക്കെ വന്നാലേ അവിടെ ലബന്ധം അവ്യയം വരുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ കൃതാന്ത അവ്യയമാണ് വരിക. അതുകൊണ്ടാണ് ദൃഷ്ട്വ എന്നാണ് പറയേണ്ടത് എന്ന് പറഞ്ഞത്. ഇവിടെ ദൃശ്യ എന്ന്, അത് ആർഷാദ് സാധു, ആർഷത്വം വന്നിട്ടുണ്ടല്ലോ, എത്രയോ പഴയ സംസ്കൃതമാണ്, അതുകൊണ്ട് അങ്ങനെയൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടാവാം. അപ്പോൾ കണ്ടിട്ട് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ശ്രീരാമൻ മാരീചനെ കാണുകയാണ്. മാരീചൻ്റെ അവസ്ഥ എന്താണ്? വിചേതനം, കുറച്ചു നേരത്തേക്ക് ബോധമൊക്കെ ഇല്ലാതെയായിപ്പോയി, പ്രജ്ഞയറ്റവനും, നിഘൂർണന്തം, ആകാശത്തിങ്ങനെ വട്ടം കറങ്ങുന്നവൻ, ഈ അസ്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് അസ്ത്രം പോകുന്ന വഴിക്ക് ഇങ്ങനെ കറങ്ങി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള മാരീചൻ. ആ അസ്ത്രം എങ്ങനെയുള്ളതാണ്? ശീതേഷു ബലപീഡിതം, ശീതമാകുന്ന ഇഷു. ശീതം എന്ന് പറഞ്ഞാൽ തണുത്തത്, അല്ലെങ്കിൽ വധിക്കാൻ കെൽപ്പില്ലാത്തത്, കൊല്ലാൻ വേണ്ടിയല്ല, ആക്രമിക്കാൻ വേണ്ടി മാത്രം പ്രയോഗിച്ചത്. അതിൻ്റെ ആക്രമണം കൊണ്ട്, അതിൻ്റെ തണുപ്പ് കൊണ്ട് എന്നൊക്കെ വേണമെങ്കിൽ ഇവിടെ പറയാം, മരവിപ്പിക്കുകയാണ് ചെയ്യണത്. അങ്ങനെയുള്ള ആ അസ്ത്രത്തിൻ്റെ ബലം കൊണ്ട്, ബലത്താൽ പീഡിപ്പിക്കപ്പെട്ടവനായ മാരീചനെ കണ്ടിട്ട്, നിരസ്തം, എല്ലാ ശക്തിയും ചേതനയും അറ്റുപോയവനായിട്ടുള്ള ആ മാരീചനെ കണ്ടിട്ട് രാമോ ലക്ഷ്മണം അബ്രവീത്, രാമൻ ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ ആ അസ്ത്രം കൊണ്ടപ്പോൾ മാരീചൻ മരിച്ചുപോയൊന്നുമില്ല, ശരീരം മുഴുവനും ഐസിലിട്ട് മരവിപ്പിച്ചതുപോലെയായി, അതുപോലെ ചേതന ഇല്ലാതെയായി പോയി. അങ്ങനെയുള്ള ആ മാരീചനെ കണ്ടിട്ട് ശ്രീരാമൻ പറയാണ്. 20ാമത്തെ ശ്ലോകം നോക്കാം. പശ്യ ലക്ഷ്മണ ശീതേഷു മാനവം അനുസംഹിതം മോഹയിത്വാ നയത്യേനം നച പ്രാണൈർവിയുജ്യതേ. പശ്യ ലക്ഷ്മണ, നോക്കൂ ലക്ഷ്മണ, ആ അസ്ത്രമേറ്റവനായിട്ടുള്ള മാരീചനെ നോക്കൂ. ശീതേഷും മാനവം അനുസംഹിതം, മനു കണ്ടെത്തിയതായ, മനുവിൻ്റെ ശക്തി കൊണ്ട് നിർമ്മിച്ചെടുത്തതായ, മാനവം എന്നു പേരുള്ളതായ മരവിപ്പിക്കുന്ന അസ്ത്രത്തിൻ്റെ പ്രയോഗം നീ കണ്ടില്ലേ? ആ അസ്ത്രത്തിൻ്റെ പ്രയോഗം കൊണ്ട് മാരീചൻ എന്താ സംഭവിച്ചതെന്ന് നീ കണ്ടുവോ? അതാണ് മോഹയിത്വ, അവനെ മോഹിപ്പിച്ചിട്ട്, ചേതനയൊക്കെ ഇല്ലാതെയാക്കിയിട്ട്, മോഹാലസ്യം വരുത്തിയിട്ട്, അല്ലെങ്കിൽ ബോധം കളഞ്ഞിട്ട്, നയത്യേനം, അവനെയും കൊണ്ട് പോവുകയാണ് ആ അസ്ത്രം. അങ്ങനെ പോയിട്ടാണ് കടലിൽ കൊണ്ട് മുക്കിയിട്ടത്. ആ യാത്ര നീ കാണുന്നില്ലേ ലക്ഷ്മണ? എന്തു സംഭവിക്കുന്നില്ല? എന്നുവെച്ചാൽ പ്രാണൈഹി വിയുജ്യതേ, ആ മാരീചൻ പ്രാണങ്ങളാൽ വേർപെടുന്നില്ല, മരിച്ചു പോകണമെന്നില്ല. അയാൾ ചേതനയേറ്റ ബോധം കെട്ട ഒരവസ്ഥയിൽ ആ അസ്ത്രത്തുമ്മ തൂങ്ങിക്കിടന്നുകൊണ്ട്, അസ്ത്രത്തിൻ്റെ ഈ വേഗതയോട് കൂടിയിട്ട് കടലിലേക്ക് പോണതാണ് നീ കാണുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം ശ്രീരാമൻ ലക്ഷ്മണനോട് ചോദിക്കുകയാണ്.
21ാമത്തെ ശ്ലോകം നോക്കാം. ഇമാനപി വധിഷ്യാമി നിർഘൃണാൻ ദുഷ്ടചാരിണ രാക്ഷസാൻ പാപകർമ്മസ്ഥാൻ യജ്ഞഘ്നാൻ രുധിരാശനാൻ. 22 കൂടി ചൊല്ലാം. ഇത്യുക്ത്വാ ലക്ഷ്മണം ചാശുലാഘവം ദർശയന്നിവ വിഗൃഹ്യ സുമഹച്ചാസ്ത്രമാഗ്നേയം രഘുനന്ദന. ഇമാനപി വധിഷ്യാമി. ഇപ്പോൾ വന്നിരിക്കണ രാക്ഷസന്മാരെന്ന് പറഞ്ഞാൽ മാരീചനും സുബാഹുവും നയിക്കുന്നുണ്ട്. അവരുടെ പിന്നാലെ കുറേ രാക്ഷസന്മാരുണ്ട്. അവരെ എല്ലാവരെയും വധിക്കാം, അല്ലെങ്കിൽ അവരെ എല്ലാവരെയും ഇല്ലാതെയാക്കാം എന്ന് തന്നെയാണ് പറയണത്. അതാണ് ഇമാനപി വധിഷ്യാമി. ഇവരെയൊക്കെ ഞാൻ വധിക്കും. മാരീചനെയും സുബാഹുവിനെയും അല്ലെ, പ്രത്യേകിച്ച് മാരീചനെ വധിക്കണ കാര്യം പറഞ്ഞിട്ടില്ല. ബാക്കി എല്ലാവരെയും വധിക്കുമെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത്. ഇമാനപി വധിഷ്യാമി നിർഘൃണാൻ. ഒരു ദയവുമില്ലാതെ ജനങ്ങളെയൊക്കെ ആക്രമിച്ച് മുനിമാരെയൊക്കെ ഉപദ്രവിച്ച യാഗവേദികളൊക്കെ നശിപ്പിച്ച് നടക്കുന്ന ഇവരെ വധിക്കുക ചെയ്യും ഞാൻ. ദുഷ്ടചാരിണ ഇമാൻ വധിഷ്യാമി. ഈ ദുർവൃത്തത്തിലൂടെ സഞ്ചരിക്കുന്ന, ചീത്തപ്രവൃത്തികൾ മാത്രം ചെയ്ത് സഞ്ചരിക്കുന്നവരായിട്ടുള്ള ഈ രാക്ഷസന്മാരെയൊക്കെ ഞാനിതാ വധിക്കാൻ പോവുകയാണ്. രാക്ഷസാൻ പാപകർമ്മസ്ഥാൻ യജ്ഞഘ്നാൻ രുധിരാശനാൻ. അതൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. രാക്ഷസന്മാരാണ്, പാപകർമ്മങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതാണ് പാപകർമ്മസ്ഥാൻ. പാപകർമ്മങ്ങളിൽ എപ്പോഴും നിൽക്കുന്നവർ, എപ്പോഴും മറ്റുള്ളവരെ ആക്രമിക്കുക, കൊല്ലുക, ചീത്ത പ്രവൃത്തികൾ മാത്രം ചെയ്യുന്നവർ. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് യജ്ഞഘ്നന്മാർ. യജ്ഞഘ്നന്മാരെന്ന് പറഞ്ഞാൽ യജ്ഞത്തെ നശിപ്പിക്കുന്നവർ. അതിലേക്ക് മലമൂത്രാദികളും ചോരയും ഒക്കെ ഒഴുക്കിക്കൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യുന്നവർ, നശിപ്പിക്കുന്നവർ. മാത്രമല്ല മനുഷ്യരുടെ രക്തം കുടിക്കുന്നവർ. രുധിരാശനാൻ. അങ്ങനെയുള്ള ഈ രാക്ഷസന്മാരെ മുഴുവനും ഞാൻ വധിക്കുക തന്നെ ചെയ്യും ലക്ഷ്മണ എന്ന് പറയാണ്. 22ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, ഇത്യുക്ത്വാ ലക്ഷ്മണം ചാശുലാഘവം ദർശയന്നിവ. ഇപ്രകാരമൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മണന് ഈ ലഘുവായിട്ടുള്ള ലീലയായിട്ട് ചെയ്ത പ്രവൃത്തികളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അതിനുശേഷം ശ്രീരാമൻ എന്താ ചെയ്തത്? വിഗൃഹ്യ സുമഹച്ചാസ്ത്രമാഗ്നേയം. മാനവാസ്ത്രത്തിനോളമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ശക്തിയുള്ളതായ ആഗ്നേയം എന്നു പേരുള്ള അസ്ത്രം രഘുനന്ദനൻ എടുത്ത് പ്രയോഗിക്കാനായിട്ട് പുറപ്പെട്ടു എന്നർത്ഥം. അതായത് ഈ രാക്ഷസന്മാരെയൊക്കെ എല്ലാവരെയും, ആക്രമിക്കാനായിട്ട് വരണ എല്ലാവരെയും ഒരുമിച്ച് വധിക്കാൻ വേണ്ടിയിട്ട് സുമഹത്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആഗ്നേയം എന്നു പേരുള്ള അസ്ത്രം പ്രയോഗിക്കുകയാണ്. പിന്നാലെ വരുന്ന എല്ലാ രാക്ഷസന്മാരെയും സുബാഹു അടക്കമുള്ളവരെയൊക്കെ വധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സുബാഹുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അത് അടുത്ത ദിവസം നോക്കാം. ഈ അസ്ത്രം പോയിട്ട് ആക്രമിക്കുന്നത് അടുത്ത ഭാഗങ്ങളിലാണ് വരണത്. ഇന്നത്തെ ശ്ലോകങ്ങൾ നമുക്കൊന്നുകൂടി ചൊല്ലി നോക്കാം. പശ്യ ലക്ഷ്മണ ദുർവൃത്താൻ രാക്ഷസാൻ പിശിദാശനാൻ മാനവാസ്ത്ര സമാധൂതാനനിലേന യഥാഘനാൻ കരിഷ്യാമി ന സന്ദേഹോ നോത്സഹേ ഹന്തുമീദൃശാൻ ഇത്യുക്ത്വാ വചനം രാമശ്ചാപേ സന്ധായ വേഗവാൻ മാനവം പരമോദാരമസ്ത്രം പരമഭാസ്വരം ചിക്ഷേപ പരമക്രുദ്ധോ മാരീചോരസി രാഘവ സതേന പരമാസ്ത്രേണ മാനവേന സമാഹത സമ്പൂർണം യോജനശതം ക്ഷിപ്ത സാഗര സംപ്ലവേ വിചേതനം നിഘുർനന്തം ശീതേഷു ബലപീഡിതം നിരസ്തം ദൃശ്യമാരീചം രാമോ ലക്ഷ്മണമബ്രവീത്. പശ്യ ലക്ഷ്മണശീതേഷു മാനവം അനുസംഹിതം മോഹയിത്വാ നയത്യേനം ന ച പ്രാണൈർവിയുജ്യത്തെ ഇമാനപി വധിഷ്യാമി നിർഘൃണാൻ ദുഷ്ടചാരിണ രാക്ഷസാൻ പാപകർമ്മസ്ഥാൻ യജ്ഞഘ്നാൻ രുധിരാശനാൻ ഇത്യുക്ത്വാ ലക്ഷ്മണം ചാശുലാഘവം ദർശയന്നിവ വിഗൃഹ്യ സുമഹച്ചാസ്ത്രമാഗ്നേയം രഘുനന്ദന. ആക്രമണം കെട്ടഴിച്ചു വിടുന്ന ശ്ലോകങ്ങളാണ്, വീരോചിതമായിട്ടുള്ള ശ്ലോകങ്ങളെല്ലാം തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.